വ്യാജചാരായം നിർമ്മിക്കുകയായിരുന്നയാളെ എക്സൈസ് പിടികൂടി. പരിയാരം വേളുക്കര പുതുശ്ശേരി വീട്ടിൽ വർഗീസാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 100 ലിറ്റർ വാഷ്, 2 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി 11 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള് മനക്കുടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. പാടശേഖരങ്ങളിൽ വെള്ളമുയർന്ന റോഡിനു മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വീടിനുള്ളിൽ വ്യാജചാരായം നിർമ്മിക്കുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. പരിയാരം വേളുക്കര പുതുശ്ശേരി വീട്ടിൽ വർഗീസാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 100 ലിറ്റർ വാഷ്, 2 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KN സുരേഷിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, EP ദിബോസ്, KP സുനിൽകുമാർ, PP ഷാജി എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി നിലവിൽ 11 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ക്യാമ്പുകളിൽ 54 കുടുംബങ്ങളാണ് ഉള്ളത്. വെള്ളിയാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശനിയാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും ഞായറാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്താണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്തെത്താൻ സാധ്യത. ഇതിന്റെ ഭാഗമായി അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി നിലവിൽ 11 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ക്യാമ്പുകളിൽ 54 കുടുംബങ്ങളാണ് ഉള്ളത്. ഇതിൽ 72 പുരുഷന്മാരും 79 സ്ത്രീകളും 37 കുട്ടികളും ഉൾപ്പെടുന്നു. ചാലക്കുടി 1, കൊടുങ്ങല്ലൂർ 2, കുന്നുംകുളം 1, മുകുന്ദപുരം 6, തൃശൂർ 1 എന്നിങ്ങനെയാണ് വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ 58.33 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 17 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. PWD റോഡുകൾ തകർന്ന് 85.72 ലക്ഷം രൂപയുടെയും KSEBക്ക് 31.922 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും അധികൃതർ അറിയിച്ചു. ജില്ലയിൽ നിലവിൽ പെരിങ്ങൽകുത്ത് ഡാം, പൂമല ഡാം, അസുരൻകുണ്ട് ഡാം എന്നിവ തുറന്നിട്ടുണ്ട്. പെരിങ്ങൽകുത്തിലെ 5 ഷട്ടറുകളും പൂമലയിലെ 4 ഷട്ടറുകളും അസുരൻകുണ്ടിലെ 3 ഷട്ടറുകളുടെയും ജലം ഒഴുക്കിവിടുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു. കട്ടൻ ബസാർ വടക്കുവശം ജലാലിയ മസ്ജിദിന് കീഴിലുള്ള മൂയിനുസുന്ന മദ്രസയാണ് തകർന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. മദ്രസ കെട്ടിടത്തിന്റെ മേൽക്കുര തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ഭിത്തിയിലും തൂണുകളിലും വിള്ളൽ വീണിട്ടുണ്ട്. തകർന്ന കെട്ടിടം തൊട്ടടുത്തുള്ള മസ്ജിദിന്മേൽ ചാഞ്ഞ നിലയിലാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഈ സമയത്ത് 130ഓളം വിദ്യാർത്ഥികളും 3 അധ്യാപകരും മദ്രസയിൽ ഉണ്ടാകാറുണ്ട്. മഴ മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മദ്രസയ്ക്ക് അവധി നൽകിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് 1 വർഷം. നേതാവിന്റെ സ്മരണയിൽ കോൺഗ്രസ് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം ആചരിച്ചു. മാള ടൗണിൽ നടന്ന ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. UDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ്,
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡെയ്സി തോമസ്, സാജൻ കുടിയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, അന്നമനട സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ സി പാത്താടൻ, വെണ്ണൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രേമ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KK രവി നമ്പൂതിരി, സോയ് കോലഞ്ചേരി, വക്കച്ചൻ അമ്പുക്കൻ, MA ജോജോ, TG അരവിന്ദാക്ഷൻ, സാബു കൈതാരൻ, മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച യോഗം ബാങ്ക് പ്രസിഡന്റ് TM നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ CC ബാബുരാജ്, CG ചെന്താമരാക്ഷൻ, PP ജോൺ, AP രാധാകൃഷ്ണൻ, PP ഷാജി, MU ഉമറുൽ ഫാറൂഖ്, സുനിത വിക്രമൻ, CB ജയലക്ഷ്മി, സുബൈദ ബാബു, സെക്രട്ടറി MG മിനി, PD ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം സ്മൃതി ദിനം വിവിധ ചടങ്ങുകളോടെ കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണ പ്രഭാഷണം, പ്രതിജ്ഞാ ചടങ്ങുകൾ എന്നിവയോടെയാണ് ആചരിച്ചത്. കൊടുങ്ങല്ലൂർ ഇന്ദിരാഭവൻ പരിസരത്ത് നടന്ന സ്മൃതി ദിനം EK സോമൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PU സുരേഷ് കുമാർ, ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IK ഗോവിന്ദൻ, AR ബൈജു, ദിൽഷൻ കൊട്ടേക്കാട്, സേവ്യർ പുങ്കത്ത്, KKP ദാസൻ, നിഷാബ് കുര്യാപ്പള്ളി, KH വിശ്വനാഥൻ, EA അബ്ദുൽ കരീം, NK ഇസ്മായിൽ, മുൻഷീർ, E ആനന്ദൻ, വിഷ്ണു കേസ്കർ, VA സുശീൽകുമാർ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷനായി. CK യുധി മാസ്റ്റർ, ആന്റണി പയ്യപ്പള്ളി, ജിജോ അരിക്കാടൻ, VS അരുൺരാജ്, ശൈല പ്രകാശൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പത്മിനി ഗോപിനാഥ്, പ്രജീഷ് കളരിക്കൽ, PC ബാബു, ജെറോം കരിമാലിക്കൽ, KA ജോസ്, ജോർജ് പനക്കൽ, പോൾസൺ, അസിസ് TA ലിജോയ് കല്ലൻ എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള. ഇനി നാട്ടിൽ നടന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള് മനക്കുടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. പാടശേഖരങ്ങളിൽ വെള്ളം ഉയർന്ന് റോഡിന് മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. അന്തിക്കാട് പോലീസ് ഇടപെട്ടിട്ടാണ് ഇതുവഴി ഗതാഗതം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനക്കുടി പുള്ളു റോഡും മനക്കുടി കോടന്നൂർ ശാസ്താംകടവ് റോഡും അടച്ചു. തൃശൂരിലേക്കുള്ള എളുപ്പവഴി ആയതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് ഇടതടവില്ലാതെ സഞ്ചരിച്ചു വരുന്നത്. ശക്തമായ മഴയിൽ കൊടകരയിൽ കിണർ ഇടിഞ്ഞു താണു. കൊടകര അഴകം അമ്പാടി ലൈനിലെ സുരഭി നിവാസ് റാവുവിന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. സംരക്ഷണ ഭിത്തിയുള്ള കിണറ്റിൽ മോട്ടറും അതിലകപ്പെട്ടു. വ്യാപാരി വ്യവസായി സമിതി നേതാവും CPIM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ ബിന്നി ഇമ്മട്ടിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. രാവിലെ CPIM തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പൊതുദർശനത്തിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. തുടർന്ന് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലും ഇമ്മട്ടി ടവറിലെ വീട്ടിലും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും വ്യാപാര സംഘടനാ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ജീവൻ TVക്ക് വേണ്ടി ജീവൻ TV എക്സിക്യൂട്ടീവ് ഡയറക്ടർ PJ ആന്റണി, തൃശൂർ ബ്യൂറോ റിപ്പോർട്ടറും KCV ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ TG അജോ എന്നിവർ ചേർന്ന് അന്ത്യോപചാരം അർപ്പിച്ചു. വൈകിട്ട് 4 മണിയോടെ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാനംദാനം പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ശക്തമായ മഴയിൽ ഏത്തവാഴ കൃഷി നശിക്കുന്നു. പറവൂരിലെ കർഷകർ ദുരിതത്തിൽ. കുലച്ച് പകുതി മൂപ്പായതും കുലയ്ക്കാത്തതുമായ ഏത്തവാഴകളാണ് വെള്ളക്കെട്ട് മൂലം നാശത്തിലേക്ക് കുപ്പുകുത്തുന്നത്. പെരിയാറിലും ചാലക്കുടിയാറിലും ജലനിരപ്പ് ഉയർന്നതോടെ പുഴയുടെ തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്തിട്ടുള്ള വാഴ കർഷകർ ഏറെ ആശങ്കയിലാണ്. പറവൂർ മേഖലയിലെ മാട്ടുപുറം, കോട്ടയിൽ കോവിലകം, തേലത്തുരുത്ത്, കോഴിത്തുരുത്ത്, ചെറുകടപ്പുറം, കണക്കൻ കടവ്, ചെറിയ തേക്കാനം, വയൽക്കര, മാഞ്ഞാലി, അയിരൂർ, ആറ്റുപുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏത്തവാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഏറെ ദിവസങ്ങൾ വാഴകൾ വെള്ളക്കെട്ടിൽ നിന്നാൽ തണ്ട് ചീഞ്ഞ് വാഴകൾ പഴുക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ഓണവിപണി പ്രതീക്ഷ വെച്ച് സഹകരണ ബാങ്കുകളിൽ നിന്നും ലക്ഷങ്ങൾ ലോൺ എടുത്താണ് കർഷകർ വാഴകൃഷി നടത്തിയിട്ടുള്ളത്. കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ. അളഗപ്പ നഗർ പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു.
പയ്യാക്കര മാപ്രാണി ജോയിയുടെ ഓടിട്ട വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. വീടിന്റെ അടുക്കള വശം പൂർണ്ണമായും നിലംപൊത്തി. ജോയിയും ഭാര്യയും 2 മക്കളുമാണ് വീട്ടിൽ താമസം. അപകട സമയത്ത് ജോയിയുടെ മകൻ വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലപ്പഴക്കമുള്ള വീടിന്റെ ചുമരും വീണ നിലയിലാണ്. ആമ്പല്ലൂർ വില്ലേജ് ഉദ്യോഗസ്ഥരും അളഗപ്പ നഗർ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. വാർഡ് മെമ്പർ ജിജോ ജോണിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മാള സൊക്കോർസോ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. +2 പരീക്ഷയിൽ 1200 മാർക്ക് നേടിയ ഇഷ ലക്ഷ്മി, എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ IPS ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികൾക്ക് പോലീസ് ജോലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഫാമിലി ഫാക്ടേഴ്സ് ആയാലും societal pressure, some kind of pressure is there to not join law enforcement, police, army, navy, coast guard. It is predominantly male dominated occupations ആണെന്ന് ഒരു തെറ്റ് ധാരണ സമൂഹത്തിലുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം ഞാൻ പറയാം, IPS റിക്രൂട്ട്മെന്റ് ജെൻഡർ ന്യൂട്രൽ ആണ്. ഒരു പർട്ടിക്കുലർ എക്സാം ക്ലിയർ ചെയ്താൽ മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അദ്ദേഹത്തിന് സെയിം പദവി കിട്ടും. സെയിം എൻടൈറ്റിൽമെന്റ്, സെയിം സാലറി, സെയിം പോസ്റ്റിംഗ്, എല്ലാം സെയിം തന്നെ. ഇവിടെ കേരളത്തിൽ SIയും ഇപ്പോൾ ജെൻഡർ ന്യൂട്രലായി. എത്ര വർഷം? 10 വർഷമായി. 5-10 വർഷമായി. റീസെന്റ് പണ്ടില്ല, പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ. എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ റെസ്ലിൻ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ യദു കൃഷ്ണ, പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ്, PTA പ്രസിഡന്റ് CR ശ്രീജിവികുമാർ എന്നിവർ സംസാരിച്ചു. മാള മെറ്റ്സ് കോളേജ് ക്യാമ്പസിൽ 5 റെയിൻ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. അന്ന കിറ്റക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബോബി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മാള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും 2020 യൂത്ത് ക്ലബ്ബും സംയുക്തമായാണ് Under-25 റെയിൻ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സേവന ഇലക്ട്രിക്കൽ അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് CEO ബിജോയ് ഫിലിപ്പോസ് മുഖ്യാതിഥിയായിരുന്നു. മെറ്റ്സ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ A സുരേന്ദ്രൻ, മെറ്റ്സ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ അംബിക ദേവി അമ്മ, മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ്, മെറ്റ്സ് പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ റെയ്മോൻ ഫ്രാൻസിസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റിനോജ് ഗാദർ, 2020 പഞ്ചായത്ത് തല പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബോബി ജേക്കബും ബിജോയ് ഫിലിപ്പോസും ടൂർണമെന്റ് പതാക ഉയർത്തി. ഗോൾ പോസ്റ്റിലേക്ക് ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന 5 റെയിൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ 40ഓളം ടീമുകളാണ് പങ്കെടുക്കുന്നത്. 1ാം സമ്മാനമായി 20,000 രൂപയും ട്രോഫിയും, 2ാം സമ്മാനമായി 10,000 രൂപയും ട്രോഫിയും കൂടാതെ ഏറ്റവും മികച്ച ഫുട്ബോളർ, ഗോളി, ഷൂട്ടർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങളും ഉണ്ട്. ചാലക്കുടി കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണം നടത്തി. CITU ചാലക്കുടി ഏരിയ സെക്രട്ടറി EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KT വാസു അധ്യക്ഷനായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, KG സുരേഷ്, VK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ മേഖല ശൃംഗപുരം LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ദന്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് മുംതാസ് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ അർജുൻ പ്രകാശ്, ഡോക്ടർ ദീപ അർജുൻ, ഡോക്ടർ ഷിംന സഗീർ, ഡോക്ടർ ഹരിപ്രിയ അമിത്, ഡോക്ടർ രഞ്ജു അനിൽ, ഡോക്ടർ ബെറിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. റോട്ടറി പ്രസിഡന്റ് TL സത്യൻ, സെക്രട്ടറി MA ജോഷി, TC ബോസ്, KP പ്രേംനാഥ്, KA രവീന്ദ്രൻ നായർ, മേജർ ജനറൽ P വിവേകാനന്ദൻ, T രാജൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വീടിനുള്ളിൽ വ്യാജചാരായം നിർമ്മിക്കുകയായിരുന്നയാളെ എക്സൈസ് പിടികൂടി. പരിയാരം വേളുക്കര പുതുശ്ശേരി വീട്ടിൽ വർഗീസാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 100 ലിറ്റർ വാഷ്, 2 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു.
സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി 11 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള് മനക്കുടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. പാടശേഖരങ്ങളിൽ വെള്ളമുയർന്ന റോഡിനു മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.